സാറേ, മുനമ്പംകാരെ BJP പറഞ്ഞു പറ്റിച്ചു. കേന്ദ്രമന്ത്രിയെ കൊണ്ടുവന്ന് വാർത്താ സമ്മേളനം നടത്തിച്ചതും നന്ദി മോദി പരിപാടി നടത്തിയതിലും വീഴ്ച പറ്റിയോ? ഇതൊക്കെ നമ്മളിതിനെ കാണുന്നതനുസരിച്ചിരിക്കും. BJPക്ക് അങ്ങനെയുള്ള അജണ്ടയൊന്നുമില്ല. BJPയുടെ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫിൻ്റെ പേരിൽ മുനമ്പത്ത് നടക്കുന്ന പ്രോബ്ലം എന്താണെന്ന് പഠിച്ചപ്പോൾ അവിടെ ഒരു ഡെഫിനിറ്റ് പ്രോബ്ലം ഉണ്ടോ എന്ന്. രണ്ടാമത് അതൊരു ലാൻഡ് റിലേറ്റഡ് പ്രോബ്ലമാണ്. അത് ഡീൽ ചെയ്യേണ്ടതും അതിന് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടതും പ്രൈമറിലി അതിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. എന്നാലും ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു പാരാമീറ്റർ അതിനകത്തുണ്ട്, ഒരു ഫാക്ടർ അതിനകത്തുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ വഖഫ് കൗൺസിൽ നാളെ പറയാണ് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് തീർത്തൊരു ഫൈനൽ വെർഡിക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ പരിപാടി തീർന്നു, അവിടെ വെച്ച് തീർന്നു. അവർക്ക് അങ്ങോട്ട് പോകാൻ ഒരു ചാൻസ് ഇല്ല. കാര്യം വഖഫ് കൗൺസിൽ എടുക്കുന്ന തീരുമാനം ദാറ്റ് ഈസ് ഫൈനൽ. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഈ ബില്ലിൽ അവർക്ക് വേണ്ടി അവരെ പോലെയുള്ളവർക്കും വേണ്ടിയാണ് ബില്ലിൽ. അത് വഖഫ് കൗൺസിൽ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാലും അപ്പീൽ പോകാനുള്ള പ്രൊവിഷൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പീൽ പോകാനുള്ള പ്രൊവിഷൻ ഉണ്ടെന്ന് പറയാൻ സുപ്രീം കോടതി വരെ നമുക്ക് പോകാം, സ്ഥാപിക്കാം. ഇത് വഖഫ് അതിൻ്റെ സീക്വൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവർക്ക് ക്ലെയിം എടുത്ത് മുന്നോട്ട് പോകാനുള്ള ആ ക്ലോസ് കൊണ്ടുവന്നത് ഈ ബില്ലിലാണ്. ഇങ്ങനെ അവരെ പറ്റിച്ചു എന്ന് പറയും. സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ലാൻഡ് മാനേജ്മെൻറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് പറ്റിച്ചെന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ പറയുന്ന വാക്കാണ്. അവർക്ക് അഡ്വക്കേറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അഡ്വക്കേറ്റായിട്ട് പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, കേന്ദ്ര മൈനോറിറ്റി മിനിസ്റ്റർ വ്യക്തമായി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അവസാനം ഇവരുടെ പ്രശ്നം സോൾവ് ചെയ്യുന്നവരെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ കൂടെയോ അല്ലെങ്കിൽ നീതിപീഠത്തിൽ കൂടെയോ ഒരു ഡെമോക്രസിയിൽ നിന്ന് ചെയ്യാവുന്ന മാക്സിമം ചെയ്യും എന്ന് പറഞ്ഞത് പറ്റിപ്പിൻ്റെ ഭാഗമല്ല, സഹായത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ രാഷ്ട്രീയം പറയുമ്പോൾ അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതിലൊരു പറ്റിപ്പുമില്ല. അവർക്ക് സന്തോഷമായിരിക്കാം. അവർക്ക് വേണ്ടി മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നിട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത്. വഖഫിൽ നിലവിലെ സാഹചര്യം മാറരുത്, നിയമനം നടത്തിയാൽ അസാധു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിന്റെ മുനയൊടിക്കുന്നതാണോ സുപ്രീം കോടതിയുടെ ഇടപെടൽ? ഒരിക്കലുമല്ല. വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ മുന ഒരിക്കലും ഒടിക്കാൻ പറ്റുന്നതൊന്നുമല്ല. അത് ഉണ്ടാക്കിയപ്പോൾ തന്നെ വളരെ ശ്രദ്ധിച്ച് അതിനൊരു ഡെഫിനറ്റ് പർപ്പസ് ഉണ്ട്. എന്തിനാണ് വഖഫ് നിയമം 2025 അമെൻമെൻറ്റ് കൊണ്ടുവന്നുള്ള ഒരു ഡെഫിനറ്റ് പർപ്പസ് ഉണ്ട്. ആൾക്കാർ പറയുന്നത് പോലെ ആർക്കെങ്കിലും എഗൻസ്റ്റായിട്ടോ ദോഷം വരത്തക്ക രീതിയിലോ ചെയ്യുന്നതിന് വേണ്ടിയല്ല. വഖഫിനെ പറ്റി ഇപ്പോഴും എന്താണെന്നറിയാത്ത മുസ്ലിം കമ്മ്യൂണിറ്റി വരെയുണ്ട്, ഒരുപാട് പേരുണ്ട്. എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ദിസ് വഖഫ്. വഖഫ് എന്ന് പറയുമ്പോഴത്തേക്ക് മരിക്കുന്നതിന് മുമ്പ് നമ്മളുള്ള പ്രോപ്പർട്ടി നമ്മൾ അള്ളാഹുവിന് സമർപ്പിക്കുകയാണ്. സമർപ്പിച്ചങ്ങ് പോയാൽ പോരല്ലോ, അത് നോക്കാൻ ആരെങ്കിലും വേണ്ടേ. അതിനൊരു ട്രസ്റ്റുണ്ട്, ഒരു വഖഫ് ബോർഡുണ്ട്, അവരെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസാണ് വഖഫ് പ്രോപ്പർട്ടീസ്. ആ പ്രോപ്പർട്ടി വെക്കുമ്പോൾ അവർ പറയണത് ആവശ്യമുള്ളവന് കൊടുക്കാൻ പറയുന്നത്, ആവശ്യമുള്ളവന് പാവപ്പെട്ടവൻ. പക്ഷെ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷം വഖഫ് ഏരിയയിൽ ഒരുപാട് അക്യുമുലേഷൻ പ്രോപ്പർട്ടി ഉണ്ടായിട്ടുണ്ട്. അക്യുമുലേഷൻ ഉണ്ടായപ്പോൾ തന്നെ ഒരുപാട് മറ്റുള്ളവർ കയ്യേറിപ്പോയിട്ടുണ്ട്. ഈ പറയുന്ന 8.7 ലക്ഷം ഏക്കർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 9 ലക്ഷം പറയുന്നുണ്ട്, 10 ലക്ഷം പറയുന്നുണ്ട്, 11 ലക്ഷം പറയുന്നുണ്ട്. ഇന്നൊരു റിപ്പോർട്ട് ഞാൻ കണ്ടത് 2600 റിപ്പോർട്ട് അനുസരിച്ച് 37 ലക്ഷം ഏക്കർ ഉണ്ടായിരുന്നു എന്ന് പറയുകയും ആ സമയത്ത് ഏതാണ്ട് 10 ലക്ഷം കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നും ഏതാണ്ട് കൊല്ലം 24,000 കോടി രൂപ വരുമാനമുണ്ടെന്നും ഒക്കെ പറയാം. അത്ര ബൃഹത്തായ ഒരു സംരംഭമാണ്. ഈ പ്രൈം മിനിസ്റ്റർ മോഡിജിക്ക് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം പെൺകുട്ടികൾ കഷ്ടപ്പെടുന്നത്, ഡൈവേഴ്സ് ചെയ്തപ്പോൾ കഷ്ടപ്പെടുന്നത്, കൊച്ചുകുട്ടികളെയും കൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഇതൊക്കെ UP ബീഹാറിലൊക്കെ കൂടുതൽ കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ എങ്ങനെ ഇവരെ രക്ഷപ്പെടുത്താമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ മോഡി അടുത്ത പ്രാവശ്യം പറഞ്ഞു ഈ വഖഫ് പ്രോപ്പർട്ടി എല്ലാം അത് ഉദ്ദേശിക്കുന്ന രീതിയിൽ പാവപ്പെട്ടവന് നൽകിയിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾ ടയറിന് പഞ്ചറൊട്ടിച്ച് നടക്കേണ്ടി വരുന്നില്ലായിരുന്നു. അത് എത്തേണ്ടിടത്ത് എത്തിയില്ല. അത് പലരും കൊണ്ടുപോയി. അതിൻ്റെ ഒരു 30%
ഇന്നിപ്പോൾ പറയുന്ന ഒരു 8.7 നമ്പറെങ്കിൽ അതിൻ്റെ 30% കാണാനില്ല, ഡോക്യുമെൻറ്റ്സ് ഇല്ല. കൈയടക്കി വെച്ചേക്കുന്നതെല്ലാം വമ്പന്മാർ വെച്ചിരിക്കുന്നു. അവർ 5 സ്റ്റാർ ഹോട്ടൽ വെച്ചവരുണ്ട്, പ്രൊഫഷണൽ കോളേജ് വെച്ചവരുണ്ട്, അവർ പല രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പണം ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ പാവം മുസ്ലിങ്ങൾ അറിയുന്നില്ല ഈ വഖഫിൻ്റെ സൈസ് എത്രയാണ്, ആർക്ക് വേണ്ടിയാണ്, ഇതെങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ചിലവിടുന്നത്, ആർക്കും അറിയത്തില്ല. ഇതെങ്ങനെ ഇത് വെളിയിൽ വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 50,000 കേസുകൾ വഖഫിനകത്തും വഖഫ് വെളിയിലുമായിട്ടുണ്ടായി. ഇതിനിടയ്ക്ക് ഒരു വഖഫ് ബൈ യൂസർ എന്നൊരു പരിപാടി ഇവിടെ ഉണ്ട്. വാട്ട് ഈസ് വഖഫ് ബൈ യൂസർ? ഇപ്പോൾ ഒരു മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു പബ്ലിക് ഏരിയ കുറേ നാൾ ഇപ്പം നമസ്കാരത്തിന് ഉപയോഗിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മതപരമായ പരിപാടിക്ക് ഉപയോഗിച്ചു. അത് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ആ ഏരിയയ്ക്ക് ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലെങ്കിലും ദാറ്റ് വിൽ ബി ഡിക്ലെയർഡ് ആസ് എ വഖഫ് പ്രോപ്പർട്ടി. അങ്ങനെ ഡിക്ലെയർ ചെയ്ത കൂട്ടത്തിൽ താജ്മഹാലുണ്ട്, നമ്മുടെ പാർലമെൻറ്റ് ഹൗസുകളുണ്ട്, ഒരുപാട് പള്ളികളുണ്ട്, ഇടയിൽ ഇരിപ്പുണ്ട്, നീണ്ട ലിസ്റ്റ് തന്നെ ഇരിപ്പുണ്ട്. അതൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ വരുമ്പോഴുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് അനുസരിച്ച് 8.8 ലക്ഷം പ്രോപ്പർട്ടി നമ്പറുകളിൽ പകുതിയിലധികം ഇതുപോലെയുള്ള വഖഫ് ബൈ യൂസർ, അതായത് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയുക. ഡോക്യുമെൻ്റ് ഇല്ലാതെ, ഡോക്യുമെൻ്റ് ഉള്ള പ്രോപ്പർട്ടി, ഡോക്യുമെൻ്റ് ഇല്ലാത്ത പ്രോപ്പർട്ടി, ഇത് മൊത്തം കൈയടക്കി വെച്ച് ഒരു വിഭാഗം മാത്രം അത് അനുഭവിക്കുക. അതിൽ മൊത്തം കറപ്ഷൻ. അത് പണക്കാർ മാത്രം കൊണ്ടുവരുന്നു, വരുമാനമൊന്നും വരുന്നില്ല. അങ്ങനെ വന്നപ്പം കേസുകൾ, അത് മാത്രമല്ല വഖഫിന് കോൺഗ്രസ് ഗവൺമെൻറ് വഖഫുകാർ വോട്ടിന് വേണ്ടി ഒരുപാട് കാര്യം ചെയ്തു കൊടുത്തു. നിങ്ങൾക്ക് തന്നെ ഡിക്ലെയർ ചെയ്യാം, അത് നിങ്ങളുടെ ലാൻഡായിരിക്കും. നിങ്ങൾ വഖഫ് യൂസർ ഡിക്ലെയർ ചെയ്താൽ നിങ്ങളുടെ ലാൻഡായിരിക്കും. നിങ്ങൾ വഖഫ് കൗൺസിൽ തീരുമാനം എടുത്ത് അതിന് അപ്പീലില്ല, വഖഫ് കൗൺസിലാണ് ലാസ്റ്റ്, അവർ പറയണതനുസരിച്ച് എന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് അവരുടെ വോട്ട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മുൻ കോൺഗ്രസ് ഗവൺമെൻറ്റൊക്കെ ഒരുപാട് ഈ മുസ്ലിങ്ങൾ ഒക്കെ ഗുണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തു. പക്ഷെ അത് എത്തിച്ചേർന്നത് പാവപ്പെട്ട മുസ്ലിങ്ങൾക്കല്ല. അപ്പോൾ ഈ കറപ്ഷനും മിസ്ഗവേണൻസും ഈ പറഞ്ഞ ഏത് പ്രോപ്പർട്ടിയും കയറിയെടുക്കുന്നതും, അടുത്ത കാലത്ത് കണ്ട വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ചില ടെമ്പിൾസ് ഡിസ്പ്യൂട്ടഡായി. പിന്നെ ഇത്ര 73,000 ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടീസ് തന്നെ ഉണ്ട്, 50,000-ലധികം കേസുണ്ട്. കേസ് വഖഫ് കൗൺസിലിൽ ചെന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല, പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യത്തില്ല, അതിന് അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ആൾക്കാർ വിഷമിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് കംപ്ലൈൻറ്റുകൾ അക്യുമുലേറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ വന്നേ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് ഏതാണ്ട് 1-2 കൊല്ലം കെയർഫുള്ളായിട്ട് സ്റ്റഡി ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ഭരണഘടനയും സെക്കുലറിസവും റിലീജിയസ് റൈറ്റും ഒക്കെ നോക്കിയാണ് ഈ ബില്ലുണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ബില്ലുണ്ടാക്കിയത്. 15-16 പേജുള്ള ബില്ലുണ്ടാക്കിയത്. അത് പെട്ടെന്നൊന്നും അങ്ങ് സ്റ്റേ ചെയ്യാനൊന്നും പറ്റുന്ന രീതിയിലല്ല ഉണ്ടാക്കിയത്. 1. 2 ഒരു ഡെഫിനിറ്റ് പർപ്പസോടു കൂടിയാണ് ഉണ്ടാക്കിയത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പീൽ പ്രൊവിഷൻ ഇല്ല എന്നുള്ളതിനെ വളരെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് പോയത്. അപ്പീൽ പ്രൊവിഷൻ ഉണ്ടാവണം. ഈ വഖഫ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് ഇന്ത്യയിലെ സാധാരണ നിയമങ്ങൾക്ക് അതീതമായി വർക്ക് ചെയ്യുന്നത് മാറ്റിയിട്ട് നമ്മുടെ നിയമത്തിനകത്ത് കൊണ്ടുവന്ന് വർക്ക് ചെയ്യണം, സാധാരണക്കാരന് ഗുണം ചെയ്യണം എന്ന് കരുതി തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും എടുത്തു കളയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റിൻ്റെ 2 ഹൗസുകളും ഈ ബില്ലിനെ 2-3 കൊല്ലമായിട്ട് പബ്ലിക് ഡിബേറ്റിന് ശേഷം ഈ പാർലമെൻറ്റും കൂടെ പാസ്സാക്കി വന്ന ഈ ബില്ലിനെ എടുത്തു കളയാനല്ല, മുനയൊടിക്കാനല്ല, മുനയൊടിച്ചിട്ടില്ല, മുനയൊടിക്കത്തുമില്ല. പക്ഷേ നമ്മുടെ ഡെമോക്രസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 പില്ലറിലൊന്നാണ് ജുഡീഷ്യറി. ജുഡീഷ്യറിയുടെ ടോപ്പാണ് സുപ്രീം കോടതി. ഏതാണ്ട് 75-ലധികം കേസുകൾ പല അസോസിയേഷനും പിന്നെ മുസ്ലിം വിഭാഗങ്ങളൊക്കെ കൊടുത്ത കേസുകൾ സുപ്രീം കോടതിയിലുണ്ട്. അത് വരുമ്പം സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ 2 സൈഡിൻ്റെയും വാദങ്ങൾ കേട്ട് അവരുടെ കൺസേൺസ് അകറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി എല്ലാവർക്കും അംഗീകരിക്കുന്ന ഒരു രീതിയിൽ കൊണ്ടുപോകാൻ സഹായിക്കേണ്ടത്, ചെയ്യേണ്ടത്, അതിന് വേണ്ട കാര്യങ്ങൾ നിയമത്തിന് അധിഷ്ഠിതമായി, കോൺസ്റ്റിറ്റ്യൂഷൻ അധിഷ്ഠിതമായി ചെയ്യേണ്ടത് സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്തമാണ്. ആ ചെക്സ് ആൻഡ് ബാലൻസ് എൻഷുർ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള വാദങ്ങളോടനുബന്ധിച്ചപ്പം സുപ്രീം കോടതി പറഞ്ഞു നമുക്കിത് കുറച്ചുകൂടെ ഇത് പഠിക്കണം വേണ്ടി മെയ് 5 വരെയാണ്. മെയ് 5 വരെ
ഈ ബില്ല് ഇംപ്ലിമെൻറ്റ് ചെയ്യരുത്, അത് നിർത്തിവെക്കൂ. അതിൽ നിർത്തിവെക്കാൻ പറഞ്ഞ മൊത്തത്തല്ല പറഞ്ഞത്, അത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യം സുപ്രീം കോടതിക്ക് സംശയം തോന്നിയതോ അല്ലെങ്കിൽ കൂടുതൽ അനാലിസിസ് വേണമെന്ന് തോന്നിയതാണ്. ആദ്യം പറഞ്ഞു ഇതങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യരുത്. രണ്ടാമത് പറഞ്ഞത് ഈ പ്രോപ്പർട്ടീസ്, ഈ പറഞ്ഞ ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടി ആയാലും വഖഫ് ബൈ യൂസർ പ്രോപ്പർട്ടി ആയാലും വഖഫുമായുള്ള പ്രോപ്പർട്ടി അതിൽ നമ്മൾ തീരുമാനം എടുക്കുന്നത് 5-ാം തീയതി വരെ വേണ്ട, 5-ാം തീയതി കഴിയട്ടെ. 5-ാം തീയതി കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അതിനൊരു യുക്തമായ തീരുമാനം ഉണ്ടാക്കാം. പിന്നെ പറഞ്ഞൊരു കാര്യം, 2 നോൺ മുസ്ലിം മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് എന്തിനെന്നുള്ള ഇഷ്യൂ വന്നപ്പോൾ അതും കുറച്ചുകൂടെ ഒന്ന് അനലൈസ് ചെയ്യണം. അത് വേണോ അത് വേണ്ടയോ, അതായത് പ്രശ്നം പരിഹരിക്കണം. 2 കൂട്ടർക്കും എന്ന് പറയാൻ എല്ലാവർക്കും, ഇന്ത്യയിലെ എല്ലാവർക്കും നീതി കിട്ടണം. അതിനുവേണ്ടി സുപ്രീം കോടതി എടുത്ത തീരുമാനങ്ങളിലെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒന്ന്, സ്റ്റേ എന്ന് പറയല്ല, നോ ഓപ്പറേഷൻ അപ് ടു 5th. രണ്ടാമത് പ്രോപ്പർട്ടി എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് കിടക്കട്ടെ, അതിലൊരു തീരുമാനം എടുക്കാതിരിക്കുക. പിന്നെ പറഞ്ഞത് ഈ നോൺ മുസ്ലിം അംഗങ്ങളെ അപ്പോയിൻ്റ് ചെയ്യുന്നത് തൽക്കാലം നിർത്തുക. 5-ാം തീയതി കഴിഞ്ഞ് ഒരു ഫൈനൽ സെറ്റിൽമെൻറ്റ് വന്നതിന് ശേഷം ഇത് ചെയ്താൽ മതി. ഇത്രയേ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ വേണോ ഇൻ്റർപ്രറ്റ് ചെയ്യാം. സ്റ്റേ ചെയ്തെന്ന് പറയാം, മന ഒടിച്ചു എന്ന് പറയാം. ഒരു മന ഒടിച്ചിട്ടില്ല. ഇത് ഈ പറഞ്ഞ നോൺ മുസ്ലിം മെമ്പേഴ്സിന് പിന്നെ ഇല്ല എന്ന് പറഞ്ഞാലും വഖഫിൻ്റെ ബില്ലും അതിൻ്റെ പർപ്പസും ഭംഗിയായിട്ട് നടക്കും. നോൺ മുസ്ലിം മെമ്പേഴ്സ് വന്നാലും വന്നില്ലെങ്കിലും അതിനെപ്പറ്റിയൊന്നും കൺസേൺ അല്ല. ഇതിലൊരു ഇഷ്യൂ എനിക്ക് തോന്നുന്നത്, സുപ്രീം കോടതിക്കും വിഷമം വരുന്നത്, ഗവൺമെൻറ്റിനും വിഷമം വരുന്നത്, പബ്ലിക്കിനും വിഷമം വരുന്നത്, ഇതിൽ വഖഫ് പ്രോപ്പർട്ടിയിൽ വഖഫ് ബൈ യൂസർ എന്നുള്ള കോമ്പണൻറ്റ്. ഞാൻ പറയില്ലേ, 8 ലക്ഷത്തിലധികം പ്രോപ്പർട്ടിയിൽ പകുതിയും വഖഫ് ബൈ യൂസറാണ്. അത് ഇതുപോലെ താജ്മഹൽ പോലെയുള്ളതും അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റ് ഹൗസ് ഇരിക്കുന്നത് പോലതും അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ചെയ്ത പല പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, മുസ്ലിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, എന്താ റെക്കോർഡില്ല, ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടേതാണെന്ന് പറയുന്നതും നമുക്ക് റെക്കോർഡില്ലാത്തത്, വഖഫ് ബൈ യൂസർ വിതൗട്ട് എനി ഡോക്യുമെൻറ്റേഷൻ, ഇങ്ങനെ കുറേ പ്രോപ്പർട്ടി ഉണ്ട്. ഇതിനെങ്ങനെ സോൾവ് ചെയ്യും? ഇത്രയും പ്രോപ്പർട്ടി ഒന്നിച്ച് ഈ വഖഫ് വെച്ച് ഇതുപോലെ മിസ്മാനേജ് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കി ഇതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യും എന്നുള്ളതൊരു വലിയ ചലഞ്ചാണ്. അതിനൊരു പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യുക, ഒന്ന്. രണ്ടാമത് ഈ നോൺ മുസ്ലിം മെമ്പർ വരുന്നു എന്ന് പറയുന്നതിന് സുപ്രീം കോടതിക്കൂടെ തോന്നണം ഏതെങ്കിലും രീതിയിൽ ഇത് അഫക്റ്റഡ് ആണോ മതവികാരങ്ങളെ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫ് പ്രോപ്പർട്ടി മാനേജിങ് അതോറിറ്റിയാണ്. വഖഫിന് ഒരു റിലീജിയനുമായി ബന്ധപ്പെട്ടില്ല, മുസ്ലിം ഇസ്ലാമിൻ്റെ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല. വഖഫിന് ആകെ ഉള്ളത് വഖഫ് തരുന്ന പ്രോപ്പർട്ടി എല്ലാം മാനേജ് ചെയ്യുക, ഒന്ന്. പക്ഷെ ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി, വഖഫ് ചെയ്യപ്പെട്ടവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, അവരുടെ ആവശ്യത്തിന് വേണ്ടി, അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി, അവരുടെ ഹെൽത്തിന് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ആ ബില്ലിൽ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഒരു കണിയിലുണ്ട്, മോദി എത്ര ശക്തമായിട്ടാണ് പറഞ്ഞതെന്നറിയോ? മുസ്ലിം ഡൈവേഴ്സ്ഡ് വിമന് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ നീഡ്, അതിനൂടെ ഇതിൽ പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ കൂടെ കെയർ ചെയ്യത്തക്ക രീതിയിൽ ഈ വഖഫ് ബില്ലിൽ ഏതെങ്കിലും അളവിൽ മുസ്ലിം ഡൈവേഴ്സ്ഡ് വിമന് അവകാശമുണ്ടെങ്കിൽ, കൊടുക്കാനുണ്ടെങ്കിൽ അതും സംരക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പം നരേന്ദ്രമോദിജിയുടെ മുസ്ലിം പെൺകുട്ടികളുടെയും പേരിൽ അവർ കഷ്ടത അനുഭവിക്കുന്ന മുസ്ലിങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ കൺസേൺ വളരെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എല്ലാ അർത്ഥത്തിലും പറയണു, ഈ ബില്ല് ഒരു രീതിയിലും ഒരു ചളക്കും പറ്റിയിട്ടില്ല. ഇതിൽ പറ്റുന്ന കാര്യം 2 എണ്ണം. ഒന്ന്, നോൺ മുസ്ലിം വേണോ ഇല്ലയോ എന്നുള്ള ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഈ വഖഫ് ബൈ യൂസർ പ്രോപ്പർട്ടി അതെങ്ങനെ നമ്മൾ ഡിസ്പ്യൂട്ട്, അത് വളരെ ഗ്രേവ് പ്രോബ്ലമാണ്. ഈ പബ്ലിക് ലാൻഡ് എല്ലാം നമ്മൾ വഖഫാണെന്ന് പറഞ്ഞ്, നമ്മൾ യൂസ് ചെയ്താണെന്ന് പറഞ്ഞ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹിന്ദു രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത്. മറ്റ് പലർക്കും പറയാം, അതെങ്ങനെ നിങ്ങൾക്ക് കുറേ ആൾ യൂസ് ചെയ്തു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റും. മറ്റ് പലരും കയറി അതിന് ക്ലെയിം ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ, ഡിസ്പ്യൂട്ട് ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ, സമാധാനം നഷ്ടപ്പെടേണ്ടി വന്നാൽ ഭരിക്കുന്ന ഗവൺമെൻറ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ടുപേരെയും കൺവിൻസ് ചെയ്ത് ഒരു ബാലൻസ് ചെയ്ത് നീതിയുക്തമായ ഒരു രീതിയിൽ ഒരു പ്രൊസീജിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവർക്കും കൺവിൻസിങ് ആയിരിക്കണം. അതാണൊരു ചലഞ്ച്. അത് നടന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. അത് നടന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും. ബില്ല് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരും.